പ്രസാദേട്ടൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ പല പല പുതിയ കണ്ടന്റുകൾ ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് ടെലിവിഷൻ ഷോയിലാണെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമിലാണെങ്കിലും എപ്പോഴും അങ്ങനത്തെ ഒരു കാര്യം സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇനി പുതിയതായിട്ട് പണിപ്പുരയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നിരക്കുന്നുണ്ടോ? അതെന്തോ അറിഞ്ഞിട്ടാണ്. പണിപ്പുരയിലല്ല, ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, മിസ്റ്റർ ആൻഡ് മിസ്സസ് ലൂക്ക. മിസ്റ്റർ ആൻഡ് മിസ്സസ് ലൂക്ക. പണ്ട് പണിക്കർ, മിസ്റ്റർ ആൻഡ് മിസ്സസ് പണിക്കർ. ഇപ്പൊ ഞാൻ സൂപ്പർ. അപ്പൊ ആ ഒരു പുതിയ കണ്ടന്റ് പഴയ മിസ്റ്റർ ആൻഡ് മിസ്സസ് പണിക്കറിനെക്കാളും ഹിറ്റായിട്ട് അടിപൊളിയായിട്ട് പോട്ടെ എന്ന് നമ്മളിങ്ങനെ ആശംസിക്കുകയാണ്. ഇനി തെസ്നിതയുടെ ഒരു അടിപൊളി പാട്ട് കേൾക്കാനുള്ള. അടിപൊളി വേണ്ട പറയല്ലേ, എന്ന തെസ്നി ഖാന്റെ ഒരു മൃദു മന്ദഹാസം തൂകുന്ന ഒരു പാട്ട്, സിമ്പിൾ ഒരു പാട്ട്. അങ്ങനെയൊക്കെ പറ. കസ്തൂരി തൈലമിട്ട് മൂടി മീനുക്കി, മുത്തോട് മുത്തു വെച്ച വളകിലുക്കി, കയ്യിൽ മുത്തോട് മുത്തു വെച്ച വളകിലുക്കി, മന്ദാരക്കുളങ്ങേറെ കുളിച്ചൊരുങ്ങി, മംഗല്യ തട്ടമിട്ട് പുതുക്ക പെണ്ണ്, മാറിൽ മഞ്ചാടി മാറുകുള്ള മിടുക്കി പെണ്ണ്. പെണ്ണാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പ്രസാദേട്ടൻ. ഇങ്ങനെ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി, അതായത് പഴയ ഒരു വാത്സല്യത്തോടെ ഓ എന്റെ കുട്ടി പാടുന്നു അങ്ങനെ നോക്കുന്ന പോലെ തോന്നി. അത് ഇന്നല്ല, പണ്ടേ അങ്ങനെയാണ്. പണ്ട് ഞങ്ങൾ ഡാൻസ് ചെയ്യുമ്പോഴും ഞങ്ങളിപ്പോൾ അവിടെ കലാഭവന്റെ ട്രൂപ്പിൽ ഞങ്ങൾ 5 തരം ഡാൻസാണ് ചെയ്തത്. ട്രഡീഷണൽ നൃത്തമാണ്. രാജസ്ഥാനി ഉണ്ടാവും, കർഷക ഡാൻസ് ഉണ്ട്, ഒഡീസി ഉണ്ട്, മണിപ്പൂരി ഉണ്ട്, സാധാരണ ഫോക്ക് ഡാൻസ് ഉണ്ട്. ഇത്രയും ഡാൻസ് ഉണ്ട്. നന്ദരാജ മാഷാണ് ഞങ്ങളുടെ ഗുരു. അപ്പം ഈ പ്രസാദേട്ടൻ നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഡാൻസ് കണ്ണുകൂട്ടാം കത്തിരിങ്ങനെ പ്രസാദം നോക്കുമ്പോൾ പ്രസാദേട്ടൻ അവിടുന്ന് അന്നും പുറകിൽ നിന്നിങ്ങനെ നമ്മളിങ്ങനെ പ്രസാദേട്ടൻ അഭിനയിക്കും. പ്രസാദേട്ടൻ ഏത് പ്രോഗ്രാം എന്നാലും പ്രസാദേട്ടനെ ശ്രദ്ധിച്ചു നോക്ക്, പ്രസാദേട്ടൻ്റെ അഭിനയം കാണാം. നമുക്ക് അവരെ നോക്കണ്ട, പ്രസാദേട്ടനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരെന്താ ചെയ്യുന്നത്. എല്ലാവരും കളിയാക്കാറുള്ള ഒരു കാര്യമാണത്. പുള്ളി വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചു മനസ്സിലായി. പക്ഷെ അത് ഞാൻ ഇപ്പൊ അത് കണ്ടു, തെസ്നിത പാടുന്നതിന് അതനുസരിച്ച് താളായിട്ട് മിടിക്കുക അവള്, അങ്ങനത്തെ ഒരു സംഭവമാണ് പണ്ടേ ഉള്ളതാണ്. അതേപോലെ തന്നെ അതായത് തെസ്നിത ഒരു ശിഷ്യ അല്ലെങ്കിൽ സഹോദരി പോലെ തന്നെയാണല്ലോ. അതേപോലെ ഒരാളും കൂടി ഇവിടെ വന്നിട്ടുണ്ട് പ്രസാദേട്ടനോട് ഒരു കാര്യം ചോദിക്കാൻ. ആണ് നമുക്ക് LED വാളിൽ കാണാം. ഹായ്, നമസ്കാരം പ്രസാദ. എൻ്റെയൊക്കെ ഒരു ഗുരുതുല്യനായിട്ടുള്ള ആളാണ് പ്രസാദേട്ടൻ. ശരിക്കും ഞാൻ ഒരു ഡാൻസറായിട്ടാണ് ഗിന്നസിൽ വന്നത്. അവിടുന്ന് ഒരു 5 വർഷത്തോളം ഞാൻ ഗിന്നസിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് പ്രസാദേട്ടനോട് ഈ സമയത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഡാൻസ് ചെയ്യാൻ വന്ന എനിക്ക് സ്കിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രസാദേട്ടന് ഏത് നിമിഷമാണ് തോന്നിയത്? ഇവള് സ്കിറ്റ് ചെയ്താൽ ശരിയാവുമായിരിക്കും എന്നെപ്പോഴാണ് തോന്നിയത്? ഒന്ന് പറയാമോ? അതെ, ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന്റെ മനസ്സിൽ അങ്ങനെ തോന്നുമല്ലോ. അപ്പൊ പ്രസാദേട്ടൻ എന്താണ് ആ സൗമ്യയിൽ കണ്ട ഗുണം? വേറെ ആരും ഉണ്ടായില്ല, അപ്പൊ ഞാൻ അവളോട് ചെയ്യാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. ഇത് ഒറ്റ പേയ്മെന്റിൽ ഡാൻസും സ്കിറ്റും ഒരുമിച്ച് തീർന്നു. അല്ല, അന്ന് നമ്മള് ബൈജുവിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ബൈജൂസ് കമന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബൈജുവിന്റെ ഭാര്യയായിട്ടാണ് മനസ്സിലായി. അപ്പം ബൈജു വന്ന് കള്ളു പിടിച്ച് അറിയാതെ ചോദിക്കുമ്പം ഇവിടെ വന്ന് നിൽക്കും, ചേട്ടാ എന്താ താമസിച്ചേ, ഇത്ര ഡയലോഗേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് പറയും, ചേട്ടാ ഡയലോഗ് എനിക്ക് വേണ്ട, പ്ലീസ് എന്നെ ഡയലോഗിൽ നിന്ന് ഒഴിവാക്ക്. ഞാൻ പറഞ്ഞു ഒറ്റ ഡയലോഗേ ഉള്ളൂ, നീ പറഞ്ഞാൽ മതി. അപ്പം വീണ്ടും വന്ന് പറയും, ഒരു ഡയലോഗ് പറയും. അത് കഴിഞ്ഞപ്പോൾ പറയും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കണം. അപ്പോൾ അവസാനം എന്നെ മുറിക്കകത്തോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് സൗമ്യ പറഞ്ഞു, കാല് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഡയലോഗ് മാത്രം തരല്ലേ പ്ലീസ്, ഒഴിവാക്ക്. ഇപ്പൊ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നു. സിൻസിയർ, ക്യാമറയുടെ മുമ്പിലല്ലേ പറയുന്നത്, ഒഴിവാക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ സമയം ഒറ്റ ഡയലോഗ് പറഞ്ഞാൽ മതി, ഭക്ഷണം കഴിക്കുന്ന ഡയലോഗ് പറഞ്ഞാൽ മതി പ്ലീസ് എന്ന് പറഞ്ഞ അവസാനം വന്നിട്ട് അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു. 2ാമത്തെ ദിവസം പിന്നെ 1-2 ഡയലോഗ് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം മുമ്പ് ഒരു ചാനലിൽ പ്രോഗ്രാമിന് പോയി. ഞാൻ എന്തായിരുന്നു സ്കിറ്റിലാകെ ഒന്നുമില്ലാന്ന്, എനിക്ക് ഡയലോഗൊന്നും ഇല്ല, വെറുതെ അവിടെ കയറി നിൽക്കേണ്ടതെന്ന്. ഞാൻ പിന്നെ പറഞ്ഞു 20 മിനിറ്റ് സ്കിറ്റിലുണ്ട്, ആകെ 5-6 ഡയലോഗേ ഉള്ളൂ. മുമ്പത്തേലാണെങ്കിൽ എനിക്ക് ഫുൾ ഡയലോഗായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞു ഒരു ഡയലോഗ് പറയാനായിട്ട് കരഞ്ഞ ആളാണോ ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു പ്രസാദേട്ടൻ്റെ ഈ ശിഷ്യ ഇപ്പൊ വളരെ മനോഹരമായിട്ട് സ്റ്റേജിലും അല്ലെങ്കിൽ സീരിയലിലും സിനിമയിലും ഇപ്പൊ ഷോർട്ട് മൂവീസിലൊക്കെ അഭിനയിച്ച് ഒരു നാച്ചുറൽ ആക്ടിങ്ങിന്റെ ഒരു അങ്ങനെയൊക്കെ ഒരു പേര് നേടിയെടുത്തു കഴിഞ്ഞു. അപ്പൊ അതൊരു അഭിമാന നിമിഷം തന്നെയാണല്ലോ.